ശരിക്കും ഇന്ന് ശാസ്ത്ര ലോകം പറയുന്നത് മരണപ്പെട്ട ഒരു വ്യക്തി, അതായത് ഇപ്പം ഞാനിപ്പം മരണപ്പെടുകയാണ്, ഞാൻ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് ഈ സമൂഹത്തോട്, നീതിബോധമുള്ള ഈ ലോകത്തോട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എങ്ങനെയാണ് മരണപ്പെട്ടത്, ഞാൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയുന്ന ഒരു സംവിധാനമാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സംഭവം. അത് ഫോറൻസിക് വിദഗ്ധനോട് പറയുകയാണ് ചെയ്യുന്നത്. ഈ ബോഡിയാണ് ഫോറൻസിക് വിദഗ്ധനോട് പറയുന്നത്. ഡോക്ടർ പി രമ, നമുക്കറിയാം സിനിമാ നടൻ ജഗദീഷിൻ്റെ ഭാര്യയാണ്. അവരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഡോക്ടർ എന്നാണ് പറയപ്പെടുന്നത്. അവരാണ് സിസ്റ്റർ അഭയനെ കൊലപ്പെടുത്തിയ കൊലയാളി എന്ന് കോടതി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അതിനകത്ത് രണ്ടാം പ്രതി സിസ്റ്റർ സ്റ്റെഫി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ വജേനയിൽ കൃത്രിമമായിട്ട് കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചിരുന്നു എന്ന് കണ്ടെത്തിയ വിദഗ്ധ കൂടിയായിരുന്നു ഡോക്ടർ പി രമ. പക്ഷേ അതിനെ കോടതി കുറേ വിമർശിക്കുകയൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവർ അത് കണ്ടുപിടിച്ചത് കൊണ്ട് കൂടിയാണ് ആ കൊലപാതകമാണ് എന്ന് സുപ്രീം കോടതിക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ് സിസ്റ്റർ അഭയ കൊലക്കേസ് പോലും കൂടെ 29 വർഷത്തിന് ശേഷം കൊല നടത്തി എന്ന് കോടതിക്ക് കണ്ടെത്താൻ സാധിച്ചത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഫോറൻസിക് വിദഗ്ധയാണ് ഷേർലി വാസു എന്ന് പറയുന്നത്. അവർ ഇപ്പോൾ റിട്ടയർഡായി, അവരിപ്പോൾ കോഴിക്കോടാണ്. അവർ പോലും പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ സർവീസിനിടയ്ക്ക് അവർ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ, നമുക്കറിയാം മെഡിക്കൽ കോളേജിലൊക്കെ ചിലപ്പം 10-20 ബോഡികളുണ്ടാകും, അതുപോലെ ചില ദിവസം 2-3 ബോഡികളുണ്ടാകും. അപ്പോൾ ഓരോ ദിവസവും ഓരോ സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇന്ന് ഫോറൻസിക് വിദഗ്ധർ എപ്പോഴും കുറേ പേരുണ്ടാകും മെഡിക്കൽ കോളേജിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇന്ന ആളുകൾക്ക്, നാളെ മറ്റ് ചില ആളുകൾക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ഷേർലി വാസു മേഡം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ബോഡി അവരാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്ന് കണ്ടുകൊണ്ട് ആ ബോഡി വരെ അവിടുന്ന് മാറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ബോഡി അവിടുന്ന് മാറ്റി. കാരണം ഇത് ഷേർലി വാസു മേഡമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ബോഡി എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കറിയാം. അപ്പോൾ സത്യം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അപ്പോൾ സത്യം പുറത്ത് വരരുത് എന്നുണ്ടെങ്കിൽ ഷേർലി വാസു മേഡം ഒരു കാരണവശാലും ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. അപ്പോൾ വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിക്കണം, അതിന് ചെയ്യാവുന്നവർ വേറെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കൊല്ലപ്പെട്ടു എന്ന് ധരിച്ചുകൊണ്ട്, മരണം സംഭവിച്ചു എന്ന് ധരിച്ചുകൊണ്ട് പുഴയിൽ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ വീടുകളിൽ ഉണ്ടായിരുന്ന CCTV, നമുക്കറിയാം ജിമ്മിയുടെ വീട്ടിൽ 4 സൈഡ് CCTV ഉള്ളതാണ്. അവരുടെ വീട്ടിൽ കുറേ കാറുകളും ബസ്സുകളും ഒക്കെ വരുന്നു പോകുന്നത് കൊണ്ട് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ CCTV സ്ഥാപിച്ചിരുന്നത്. ഈ CCTV ഈ സംഭവത്തിന് ശേഷം അപ്രത്യക്ഷമായിരിക്കുകയാണ്. എന്തുകൊണ്ട് അപ്രത്യക്ഷമായി? അവരെ നോർമലായിരുന്നുവെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. അതെ, ഇതാണ് ജിസ്മോള് കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നത്. അത് തന്നെയല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ട്. അതായത് ജിസ്മോളുടെ ശരീരത്ത് വിഷം ചെന്നിട്ടുണ്ട്. ആ വിഷം ഇഞ്ചക്ട് ചെയ്തതാണോ കഴിച്ചതാണോ എന്നുള്ളത് അത് അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. നമസ്കാരം. കോട്ടയം നീരിക്കാട്ട് കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ജിസ്മോളുടെയും മക്കളുടെയും ദാരുണമായ വിയോഗത്തിൽ ഇന്നും നീതി വൈകുകയാണ്. ആത്മഹത്യയാണെന്ന് പറയുമ്പോഴും അതൊരു കൊലപാതകമായിരുന്നു എന്ന ഒരു ജനരോഷം ഇപ്പോഴും ഇരമ്പുന്നുണ്ട്. എന്നാൽ ചില തൽപര കക്ഷികൾ ഇത് ആത്മഹത്യയാക്കി മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റുമാനൂർ പോലീസിൽ നിന്നും ഇതുവരെയായിട്ടും ഒരു നീതി ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഇന്ന് ആക്ഷൻ കൗൺസിൽ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധത്തിൽ ജിസ്മോൾക്കും മക്കൾക്കും നീതി എത്രയും വേഗം നടപ്പാകണം എന്നൊരാശയമായിരുന്നു അവർ പങ്കുവച്ചത്. അപ്പോഴും ജിസ്മോളുടെയും മക്കളുടെയും വിയോഗത്തിലെ ദുരൂഹതകൾ കൂടുകയാണ്. ആ ദുരൂഹതകൾ മറച്ചു വയ്ക്കാൻ ആർക്കാണ് ഇത്രത്തോളം ആഗ്രഹം, ആർക്കാണ് ഇത്രത്തോളം താല്പര്യം? നമുക്ക് ഒരു പ്രതികരണത്തിലേക്ക് പോയിട്ട് വരാം. ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് NC കുര്യൻ. ഞാൻ ഈ ജിസ്മോളുടെ വിഷയത്തിനകത്ത് തുടക്കം പോലെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം അറിഞ്ഞ് ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യമേ നമ്മളിതെല്ലാം സാധാരണ രീതിയിൽ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ച കെട്ടുകഥ, അത് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കാനാണ് നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ട് അങ്ങ് അതിലേക്ക് പോകുള്ളൂ. പിന്നീട് ഇതിനകത്ത് വന്ന ദുരൂഹതകൾ നോക്കി നമ്മൾ ഓരോന്നും ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്കിതിനകത്ത് ഫൈനലായിട്ട് പറയാനുള്ളത്, ജിസ്മോളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതിന് ശേഷം ഈ പുഴയിൽ കൊണ്ട് തള്ളിയതാണ്. തീർച്ചയായും. ഒന്ന്
ഇനി അതല്ല എങ്കിൽ ജിസ്മോൾ മരണപ്പെട്ടു എന്ന് ഇവർ ധരിച്ചുകൊണ്ട്, അതായത് നമ്മളൊരാളെ കൊലപ്പെടുത്തി കഴിയുമ്പോൾ ആ വ്യക്തി മരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാകണമെന്നില്ല. അപ്പോൾ മരണപ്പെട്ടു എന്ന് ധരിച്ചുകൊണ്ട് അതിൻ്റെ അവസാന സ്റ്റേജിൽ, മരണത്തിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജിൽ, ജീവൻ്റെ അവസാന ശ്വാസം വിടുന്നതിന് മുമ്പ് ഈ ജിസ്മോളെ കൊണ്ട് പുഴയിൽ തള്ളി. ഈ രണ്ട് സംഭവങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ജിസ്മോൾ ഇവർ ഈ പറയപ്പെട്ടതുപോലെ ആത്മഹത്യ ചെയ്തതല്ല. അല്ല, അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു. എന്തുകൊണ്ട് ഇത് പറയുന്നു? ഇനി അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ ഇനി അങ്ങോട്ട് പറയുകയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് എവിഡൻസ് ആയിട്ട് എടുക്കുന്നത്. ഷെയ്ഖ് ഷക്കീർ ഹുസൈൻ എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ സീനിയറായിട്ടുള്ള ഫോറൻസിക് വിദഗ്ധൻ, പോലീസ് സർജനാണ്. അദ്ദേഹമാണ് ജിസ്മോളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ജിസ്മോള് ഈ മരണപ്പെടുന്ന, അതായത് ഇതിൻ്റെ 2 ദിവസം മുമ്പാണ് അവരുടെ ഉള്ളിൽ ആഹാരമോ വെള്ളമോ ചെന്നിരിക്കുന്നത് അവരുടെ വയറ്റിൽ. അതായത് ജിസ്മോളുടെ വയറ്റിൽ ആഹാരവും വെള്ളവും ഇല്ലായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ജിസ്മോളുടെ ബോഡി 15-ാം തീയതിയാണ് നമ്മൾ കണ്ടെത്തുന്നത് പുഴയിൽ. പക്ഷേ 13-ാം തീയതി, അതിൻ്റെ 2 ദിവസം മുമ്പാണ് ജിസ്മോളെ പുറം ലോകം കണ്ടിട്ടുള്ളൂ. ഈ 2 ദിവസം കൊണ്ട് 13-ാം തീയതി രാത്രിയിലും 14-ാം തീയതി വിഷുവാണ്. ആ വിഷുവിൻ്റെ അന്നും ഈ 15-ാം തീയതി ചൊവ്വാഴ്ച ബോഡി കണ്ടെത്തുന്നത് വരെയും ജിസ്മോൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ പുറം ലോകത്ത് ഒരു മനുഷ്യനും അറിയില്ല, അറിയാവുന്ന ഈ പ്രതികൾക്ക് മാത്രമാണ്. അപ്പോൾ അവിടെ അതിഭീകരമായ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളുടെ പരിസമാപ്തിയിലാണ് ഈ കഥകൾ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കഥ വെറും പൊട്ടക്കഥയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് തന്നെ നമുക്ക് വരാം. അതാണല്ലോ കുറച്ചും കൂടെ ആധികാരികത. അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ വയറ്റിൽ ആഹാരവും വെള്ളവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് യൂറിനൽ ബ്ലാഡർ എംറ്റി ആയിരുന്നു എന്നും കൂടെയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരം. യൂറിനൽ ബ്ലാഡറിൽ എംറ്റി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലാംശം പോലും ഇല്ലായിരുന്നു, മൂത്രം പോലും ഇല്ലായിരുന്നു, മൂത്രസഞ്ചി കാലിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? അതേ അവസ്ഥയിലേക്ക് അവരെത്തപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഫോറൻസിക് ടെസ്റ്റ് റിസൾട്ടും കൂടി വരാനുണ്ട്. അതും കൂടെ ഒക്കെ വന്നതിന് ശേഷം മാത്രമാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും പുറത്തേക്കാകുള്ളൂ. ഇത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്ന ടെസ്റ്റ് റിസൾട്ട് വരേണ്ടതുണ്ട് ഇനിയും. അത് വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, ഇവിടുത്തെ പോലീസ് ഈ ഒരു കാര്യത്തിനകത്ത്, ഇവിടുത്തെ പോലീസ് മോശമാണെന്നൊന്നും നമ്മളാരും പറയുന്നില്ല, ഈ ഒരു കാര്യത്തിൽ ഈ ജിസ്മോളുടെ വിഷയത്തിനകത്ത് പോലീസും ഇവിടുത്തെ ഭരണനീതി നിയമ സംവിധാനവും ശക്തമായിട്ട് ഈ കേസ് അട്ടിമറിക്കാനായിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജിസ്മോളുടെ ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ പ്രതികരിച്ച മീഡിയ എന്നുള്ള നിലയിൽ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഈ ദുരൂഹതകൾ കൂടിക്കൂടി വരികയാണ്. അതായത് ഈ പറയുന്ന നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നവരിൽ പോലും ഒരു ഇരട്ടത്താപ്പുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ പോലും ഇതൊരു കൊലപാതക ആസ്പെക്റ്റിൽ നോക്കി കാണുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം. കാരണം അവർക്ക് ആ ഒരു ആസ്പെക്റ്റിൽ നോക്കി കാണേണ്ട ആവശ്യമില്ല. ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, അവരിപ്പോൾ ആത്മഹത്യയാണെന്ന് പറയും തോറും പോലീസിനായാലും ബാക്കിയുള്ള വകുപ്പുകൾക്കായാലും ഇതൊരു ആത്മഹത്യ നറേറ്റീവിലോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് ഇത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സത്യം തെളിയാനായിട്ടുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുക. എന്നിട്ടും എന്താണ് ഈ ആക്ഷൻ കൗൺസിൽ പോലും ഇത്തരത്തിലൊരു നയത്തിലേക്ക് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ചേട്ടാ. അത് ആക്ഷൻ കൗൺസിലിൻ്റെ ആ ഒരു മയം എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ആക്ഷൻ കൗൺസിലിലെ മെമ്പറല്ല, പക്ഷേ എങ്കിലും അവരുടെ ഉദ്ദേശശുദ്ധിയിൽ ഞാൻ ഭാഗഭാക്കാണ്. കാരണം സത്യം തെളിയണം എന്നുള്ള നിലയിൽ. പക്ഷേ ഞാൻ ഇതിനകത്ത് പറഞ്ഞു വന്നിരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഇതുവരെയുള്ള വ്യക്തിപരമായിട്ടുള്ള അന്വേഷണത്തിന് പ്രാഥമിക സാമൂഹ്യ നീതിബോധത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ പല വിദഗ്ധരുമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കാരണം ഞാൻ ഇപ്പോൾ സാധാരണ നമ്മൾ നാട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെ ആയിരുന്നില്ല. ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ടും ഉന്നതരായിട്ടുള്ള ഫോറൻസിക് വിദഗ്ധരുമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരെ കൊണ്ട് അനലൈസ് ചെയ്യിപ്പിച്ചു. കാരണം ഞാൻ അനലൈസ് ചെയ്യാനായിട്ട് ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, വെറുതെ ഒരു സാധാരണക്കാരനാണ്. അതുപോലെ തന്നെ ക്രിമിനൽ ലോയേഴ്സ്, കേരള ഹൈക്കോടതിയിലെ ക്രിമിനൽ ലോയേഴ്സുമായിട്ട് ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തു.
അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് 99% കൊലപാതകം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പിന്നെ ഇത് കൊലപാതകം തന്നെയാണ്, 99% കൊലപാതകമാണെന്ന് ഒരിക്കലും കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കൊലപാതകമാണ് എന്നുള്ള 100% കോടതിക്ക് ഡിക്ലെയർ ചെയ്തിട്ടേ കൊലപാതകമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. പക്ഷേ ഇവിടെ അന്വേഷണ സംഘം ചെയ്യുന്നത് ഈ കേസ് എങ്ങനെയും ആത്മഹത്യ ആക്കിയേ പറ്റൂ എന്നുള്ളൊരു രീതിയിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതാണ് ഈ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ 2-3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത്. അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്, അതാണല്ലോ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. അതായത് ശരിക്കും ഇന്ന് ശാസ്ത്ര ലോകം പറയുന്നത് മരണപ്പെട്ട ഒരു വ്യക്തി, അതായത് ഇപ്പം ഞാനിപ്പം മരണപ്പെടുകയാണ്, ഞാൻ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് സമൂഹത്തോട്, നീതിബോധമുള്ള ഈ ലോകത്തോട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എങ്ങനെയാണ് മരണപ്പെട്ടത്, ഞാൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയുന്ന ഒരു സംവിധാനമാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സംഭവം. അത് ഫോറൻസിക് വിദഗ്ധനോട് പറയുകയാണ് ചെയ്യുന്നത്. ഈ ബോഡിയാണ് ഫോറൻസിക് വിദഗ്ധനോട് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നതല്ല, ഇവിടുത്തെ ഫോറൻസിക് വിദഗ്ധർ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കറിയാം ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന പല ഫോറൻസിക് വിദഗ്ധരും. ഡോക്ടർ പി രമ, നമുക്കറിയാം സിനിമാ നടൻ ജഗദീഷിൻ്റെ ഭാര്യയാണ്. അവരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഡോക്ടർ എന്നാണ് പറയപ്പെടുന്നത്. അവരാണ് സിസ്റ്റർ അഭയനെ കൊലപ്പെടുത്തിയ കൊലയാളി എന്ന് കോടതി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അതിനകത്ത് 2ാം പ്രതി സിസ്റ്റർ സ്റ്റെഫി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ വജേനയിൽ കൃത്രിമമായിട്ട് കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചിരുന്നു എന്ന് കണ്ടെത്തിയ വിദഗ്ധ കൂടിയായിരുന്നു ഡോക്ടർ പി രമ. പക്ഷേ അതിനെ കോടതി കുറേ വിമർശിക്കുകയൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവർ അത് കണ്ടുപിടിച്ചതുകൊണ്ട് കൂടിയാണ് ആ കൊലപാതകമാണ് എന്ന് സുപ്രീം കോടതിക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ് സിസ്റ്റർ അഭയ കൊലക്കേസ് പോലും കൂടെ 29 വർഷത്തിന് ശേഷം കൊല നടത്തി എന്ന് കോടതിക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഇനി അത് പോട്ടെ, അത് മറ്റൊരു വിഷയം. അപ്പോൾ ഇതിനകത്ത് തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഫോറൻസിക് വിദഗ്ധയാണ് ഷേർലി വാസു എന്ന് പറയുന്ന. അവർ ഇപ്പോൾ റിട്ടയർഡായി, അവരിപ്പോൾ കോഴിക്കോടാണ്. അവർ പോലും പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ സർവീസിനിടയ്ക്ക് അവർ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ കോളേജിലൊക്കെ ചിലപ്പം 10-20 ബോഡികളുണ്ടാകും, അതുപോലെ ചില ദിവസം 2-3 ബോഡികളുണ്ടാകും. അപ്പോൾ ഓരോ ദിവസവും ഓരോ സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇന്ന് ഫോറൻസിക് വിദഗ്ധർ എപ്പോഴും കുറേ പേരുണ്ടാകും മെഡിക്കൽ കോളേജിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇന്ന ആളുകൾക്ക്, നാളെ മറ്റേ ചില ആളുകൾക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ഷേർലി വാസു മേഡം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിയ ഒരു ബോഡി അവരാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്ന് കണ്ടുകൊണ്ട് ആ ബോഡി വരെ അവിടുന്ന് മാറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ബോഡി അവിടുന്ന് മാറ്റി. കാരണം ഇത് ഷേർലി വാസു മേഡമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ബോഡി എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കറിയാം. അപ്പോൾ സത്യം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അപ്പോൾ സത്യം പുറത്ത് വരരുത് എന്നുണ്ടെങ്കിൽ ഷേർലി വാസു മേഡം ഒരു കാരണവശാലും ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. അപ്പോൾ വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിക്കണം, അതിന് ചെയ്യാവുന്നവർ വേറെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ വേറെ 1-2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നടത്താം. ഈ ജിസ്മോളുടെ ബാക്ക് സൈഡിൽ, അതായത് പുറകുവശത്തായിട്ട് ഒരു പൊള്ളിയ പാട് ഉണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാവരും കണ്ടു. ഈ പൊള്ളിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യതാപം ഏറ്റ് കൊമളച്ച് ആ കൊമള പൊട്ടിയതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നില്ല ആ ഒരു സംഭവം. പക്ഷേ ഈ പ്രതികൾ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഒരിക്കലും അന്നങ്ങനെ സംഭവിക്കില്ല. കാരണം പ്രതികൾ പറഞ്ഞിരിക്കുന്ന 12:45 ജിസ്മോൾ ആത്മഹത്യ ചെയ്യാൻ പോയി പുഴ ചാടി മരിച്ചു 1:45 ബോഡി കണ്ടെത്തി. അപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് അവിടെ കൊമളയ്ക്കില്ല. കാരണം അന്നത്തെ ദിവസത്തെ സൂര്യൻ്റെ താപം, അന്തരീക്ഷ താപനില 30 ഡിഗ്രി സെൽഷ്യസാണ്. അത് നമുക്ക് എടുക്കാവുന്ന സംവിധാനമുള്ളൂ. അന്നത്തെ ദിവസം 30 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ കൊണ്ട് ഒരു ബോഡി ഒരു കാരണവശാലും കൊമളച്ച് പൊന്തി വരില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോഡി തലേ ദിവസമോ അല്ലെങ്കിൽ അന്ന് രാത്രിയിലോ ആ വെള്ളത്തിൽ ചെന്നിങ്ങനെ പൊന്തിക്കിടന്നിരുന്നു. ഇതാരും കാണുന്നില്ല, ബോഡി ആരും കാണുന്നില്ല. ബോഡി കണ്ടെത്തുന്നത് 1:45 അപ്പോൾ അത്രയും സമയം കൊണ്ട് ജീർണിച്ച ഒരു ബോഡിയിൽ നിന്നും ഈ കൊമള പൊന്തി വരികയും ആ ബോഡി എടുത്ത് മാറ്റിയ സമയത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ കൊമള പൊട്ടിപ്പോവുകയും ചെയ്തിരുന്നു. ഇതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, ഒന്നെങ്കിൽ ഈ ജിസ്മോളും കുട്ടികളും കൊലപ്പെടുത്തിയതിന് ശേഷം
പുഴയിൽ കൊണ്ട് തള്ളിയിരിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഈ അഫാൻ വെഞ്ഞാറമൂട് ചെയ്തതുപോലെ, അതായത് 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുമ്പോൾ പോലും കൂടെ സ്വന്തം ഉമ്മ മരിച്ചിരുന്നില്ല എന്നുള്ളത് അവൻ അറിയില്ലായിരുന്നു. അവൻ്റെ വിചാരം അവൻ കൊലപ്പെടുത്തിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കുന്നത്. പക്ഷേ ഉമ്മ മരിച്ചിരുന്നില്ല എന്നുള്ള പോലീസ് വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ അതേ ഒരു അവസ്ഥയിൽ ഇസ്മോൾ എത്തിക്കപ്പെട്ടതിന് ശേഷം ഇസ്മോളെയും കുട്ടികളെയും കൊണ്ട് പുഴയിൽ തള്ളുകയായിരുന്നു ചെയ്തത്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്നുകിൽ കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് ധരിച്ചുകൊണ്ട്, മരണം സംഭവിച്ചു എന്ന് ധരിച്ചുകൊണ്ട് പുഴയിൽ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ വീടുകളിൽ ഉണ്ടായിരുന്ന CCTV, നമുക്കറിയാം ജിമ്മിയുടെ വീട്ടിൽ 4 സൈഡ് CCTV ഉള്ളതാണ്. അവരുടെ വീട്ടിൽ കുറേ കാറുകളും ബസ്സുകളും ഒക്കെ വരുന്നു പോകുന്നത് കൊണ്ട് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ CCTV സ്ഥാപിച്ചിരുന്നത്. ഈ CCTV ഈ സംഭവത്തിന് ശേഷം അപ്രത്യക്ഷമായിരിക്കുകയാണ്. എന്തുകൊണ്ട് അപ്രത്യക്ഷമായി? അവരെ നോർമലായിരുന്നുവെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. അതെ, ഇതാണ് ജിസ്മോള് കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നത്. അത് തന്നെയല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളുമുണ്ട്. അതായത് ജിസ്മോളുടെ ശരീരത്ത് വിഷം ചെന്നിട്ടുണ്ട്. ആ വിഷം ഇഞ്ചക്ട് ചെയ്തതാണോ കഴിച്ചതാണോ എന്നുള്ളത് അത് അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. അവരുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ പറയുന്ന ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത ആദ്യം കേട്ടതിന് ശേഷം ആദ്യം അങ്ങോട്ടേക്ക് സംഭവ സ്ഥലത്തേക്ക് ചെന്ന മീഡിയാസിൽ ഒരാളാണ്. അതിനു മുമ്പേ ഏറ്റവും ആദ്യം ചെന്ന് വിഷ്വൽസ് എടുത്തൊരു മീഡിയ ആളുകളുണ്ട്. അവർ ഹാർഡ് ഫാർമർ, അവരൊരു 40-60ഓളം വീഡിയോസ് ജിസ്മോൾക്ക് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായി പറയുന്നൊരു കാര്യം, ഇത് ഒരിക്കലും ആത്മഹത്യയല്ല എന്നുള്ളതാണ്. കാരണം അവർ ഈ വേലക്കാരിയോടക്കം സംസാരിച്ച ഏക യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അറിയാതെ പോലും അവർ പറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ ഈ പറയുന്ന ജിമ്മിയുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒരു നേതാവ്, ഒരു രാഷ്ട്രീയക്കാരൻ ഞങ്ങളോട് ബൈറ്റ് തന്നില്ല. പക്ഷെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തോ ഹാർപ്പിക്കോ മറ്റോ കഴിച്ചിട്ട് അവിടെ ഛർദ്ദിച്ചിട്ടിരിക്കുന്നു എന്നുള്ളത്. ഈ ഹാർപ്പിക്കാണെന്നുള്ളത് അത് ഇവര് തന്നെ പറയുന്നുണ്ടാക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അതിന്റെ ടെസ്റ്റ് റിസൾട്ട് വരണം. ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്ന ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ മാത്രമാണ് എന്ത് വിഷമാണ് ഇവരുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം നിലവിൽ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റും പ്രകാരം അത് വളരെ ഗാഢത കൂടിയ പോയിസണായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അത്തരത്തിലൊരു പോയിസൺ മക്കളാണോ അല്ലെങ്കിൽ ജിസ്മോളാണോ ആരാണോ കഴിച്ചതെങ്കിലും ആ പോയിസൺ കഴിച്ച് ഛർദ്ദിച്ചതിന് ശേഷം അങ്ങനെ സ്കൂട്ടറിൽ മക്കളെയും കൊണ്ട് പോകാനുള്ള ഒരു ത്രാണിയോ ശേഷിയോ ഉണ്ടാവാനൊരു സാധ്യതയില്ല. ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസമായിട്ട് ജലപാനം കൊടുക്കാത്തൊരു ശരീരത്തിന് അത് ഇമ്പോസിബിളാണ്, ഒരിക്കലും സാധിക്കില്ലാത്തൊരു കാര്യമാണ്. ജിസ്മോള് ആ സ്കൂട്ടർ എടുത്ത് അന്നേ ദിവസം ഈ 12:30 മണി സമയത്ത് ആ പുഴയിൽ പോയി ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാദം, അല്ലെ ഒരു കഥ, ആ ഒരു കഥ മാത്രമേ ആത്മഹത്യയിലേക്കുള്ളൂ. നേരെ മറിച്ച് ഇതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ കൊലപാതകമാണ്, കൊല്ലപ്പെട്ടു മരണപ്പെട്ടു എന്ന് ധരിച്ചുകൊണ്ട് പുഴയിൽ കൊണ്ടിട്ടതാണ് എന്നുള്ളതിന് ഏകദേശം 13ഓളം എവിഡൻസ്, കാരണങ്ങൾ തന്നെ നമുക്ക് നിരത്താനുണ്ട്. അതുപോലെ തന്നെ ഒരു 9 ദുരൂഹതകൾ പോയിൻ്റ് ചെയ്ത് ഒരു 9 ദുരൂഹതകൾ, ദുരൂഹതപ്പെട്ട കാര്യമാണ് വേലക്കാരിയുടെ കാര്യങ്ങൾ, ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ വേലക്കാരി ഇവരുടെ ബോഡി കാണാൻ വരാതിരുന്നത്, അതിനേക്കാൾ ഇവർ ഈ പ്രതികളായിട്ടുള്ളവരുടെ, അതായത് ബോഡി കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഓവർ ആക്ഷൻ, ഭയങ്കരമായിട്ട് കരയുന്നു, ബോധം കെടുന്നു, വെള്ളം കുടിക്കുന്നു, വിശറി വീശുന്നു. അതായത് എങ്ങനെയാണെങ്കിലും ആത്മഹത്യ ചെയ്തതാണെന്ന് ഇവർ പറയുമ്പോൾ പോലും കൂടെ അതിൻ്റെ കാരണക്കാർ ഇവർ തന്നെയാണെന്നുള്ളത് പൊതുസമൂഹത്തിന് കംപ്ലീറ്റ് അറിയാവുന്ന. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതികളൊക്കെ എങ്ങനെ അത്രയും വലിയൊരു ഇമോഷൻ കാണിക്കാനുണ്ടോ? ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ അവിടെ കൃത്രിമമായിട്ട് അത് നമ്മൾ പല പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ പറയുന്നുണ്ട്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഓവറായിട്ടുള്ള ഇമോഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവരെ പോലീസ് നോട്ട് ചെയ്യും, അവരായിരിക്കും മിക്കവാറും പ്രതി. കാരണം അങ്ങനെ ഒരു സംഭവം പോലീസ് തെളിയിച്ചതാണ്. ഒരു ഭാര്യ ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ട് ആ ഭാര്യ 1.5 ആഴ്ചത്തേക്ക് പോലീസുമായിട്ട് സഹകരിക്കില്ലായിരുന്നു. എപ്പോൾ ചെന്നാലും ബോധക്കേട്, ക്ഷയവും പരവേശവും കരച്ചിലുമായിരുന്നു. അവസാനം 1.5 ആഴ്ചയ്ക്ക് ശേഷം അവർക്ക് ബലമായിട്ട് ഈ ഭാര്യനെ ചോദ്യം ചെയ്യേണ്ടി വന്നു. ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായിട്ടും ഇവർ പ്ലാൻ ചെയ്ത കൊലപാതകമായിരുന്നു ഭർത്താവിൻ്റെ. അത് ഇതുപോലെ ആത്മഹത്യയാണെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ ഒരു കാരണവശാലും പോലീസിന് മുമ്പിലേക്ക് വരില്ല. പോലീസിന് മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് ഭയങ്കര തലകറക്കം, ബോധക്ഷയം, ഭയങ്കര കരച്ചിൽ, നേരെ നിൽക്കാൻ പോലും ജീവനില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ ജീവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന ഭാര്യ 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവരാണ് കൊലയാളി എന്ന് പോലീസിന് തെളിയിക്കാൻ സാധിച്ചു. ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കും. ഇവിടെയും സംഭവിച്ചത് അത് തന്നെ. ഇതൊക്കെയാണ് ദുരൂഹത എന്ന് പറയുന്നത്. കാരണങ്ങൾ ഒരു 13 വേറെയുണ്ട്.
ഈ കൊലപാതകമാണ് എന്നുള്ളതിലേക്ക് സ്ഥാപിക്കുന്ന കാര്യങ്ങൾ. ഈ 13 കാരണങ്ങൾ ചുരുക്കി ഓരോന്നോരോന്നായിട്ട് പറയാൻ സാധിക്കും. ഓരോന്നോരോന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിസ്മോള് 13-ാം തീയതിക്ക് ശേഷം ജിസ്മോളെ പുറംലോകം ആരും കണ്ടിട്ടില്ല. പുറംലോകത്ത് ആർക്കും അറിയത്തില്ല, പ്രതികൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ പ്രതികൾ പിന്നെ പൊതുസമൂഹം അറിയുന്നത് പുഴയിൽ നിന്ന് ഈ ബോഡി കിട്ടുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതിനുശേഷം ഇവർ പറയുന്നു 12:30 മണിക്ക് അന്ന് പുഴയിൽ പോയി ആത്മഹത്യ ചെയ്തു എന്നുള്ള പ്രതികൾ പറയണത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു കാരണം തന്നെയാണ് ഈ 13-ാം തീയതിക്ക് ശേഷം ഈ ജിസ്മോളെ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് വരുന്നത്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നതാണ് ഇവരുടെ വീടിൻ്റെ 4 സൈഡിൽ CCTV ഉണ്ടായിട്ടും ഈ ഒരൊറ്റ CCTV ഫുട്ടേജുകളും പുറത്തു വരാത്തതും ആ CCTV അവിടുന്ന് റിമൂവ് ചെയ്തെടുത്ത് മാറ്റേണ്ടി വന്നതും അതൊരു കാരണമാണ്. കാരണം ഇവർ കൊലപാതകം അല്ല എങ്കിൽ പിന്നെ ഈ സാധനം കാണിക്കാമല്ലോ, അത് കാണിക്കുന്നില്ല. പിന്നെ പോയ വഴിക്കുള്ള CCTV പോട്ടെ, ഒരു 10-15 CCTV ഉണ്ട് ഇവർ പറയുന്ന സ്ഥലങ്ങളിലൊന്നും. ഒരൊറ്റ CCTVയിലും ഫുട്ടേജ് ഇല്ല. എന്തുകൊണ്ട്? കാരണം ആ ജിസ്മോൾ ആ സമയത്ത് അതിൽ പോയിട്ടില്ല. പോയെങ്കിലല്ലേ ഈ സംഭവം ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന ഏതെങ്കിലും CCTV പതിയണമെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമേ ഇത് പതിയുള്ളൂ, നല്ല പതിയുള്ളൂ. ഇതില്ലാത്തൊരു സമയത്ത് ഇവിടുത്തെ CCTVയിൽ ഇതേ ഇന്ന ആൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പതിയും? ഈ ജിമ്മിയുടെ സഹോദരി, ഏറ്റവും ഇളയ സഹോദരി, ജിമ്മിയുടെ മൂത്ത സഹോദരീനെ 4-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാരണം മൂത്ത സഹോദരി UK-ലായതുകൊണ്ട് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ഒരു പ്രതിനെ കൂടെ ചേർത്തു എന്ന് ഒരു ആശ്വാസിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ശരിക്കും അവരാണ് ഈ ജിസ്മോളെ ഏറ്റവും കൂടുതൽ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഈ പ്രസൻറ്റിൽ ഏറ്റവും അവസാന സമയത്ത് ജിസ്മോൾ മരണപ്പെടുന്ന സമയത്ത് ജിമ്മിയുടെ ഇളയ സഹോദരി റാണി അന്ന് തലേ ദിവസം വിഷുവിൻ്റെ അന്ന് ആ വീട്ടിൽ ഉണ്ടായിരുന്നു. അത് വളരെ ദുരൂഹതയുണ്ട്. ഇപ്പോൾ റാണിക്ക് സ്വന്തം വീട്ടിൽ വരാൻ പാടില്ല എന്നുള്ളതല്ല, പക്ഷേ ഈ സന്ദർഭത്തിൽ അവിടെ വന്നിരുമ്പോൾ അതിലെല്ലാം വൻ ദുരൂഹതയുണ്ട്. അവിടെ എന്താണ് റാണിയുടെ റോള്? ഇവരെല്ലാവരും കൂടി എന്താണ് ചെയ്തത്? ഈ ജിസ്മോൾ എപ്പോഴാണ് മരണപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വരും കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ. ഇവിടെയാണ് നമ്മൾ പോലീസിനെയും ഇവിടുത്തെ ഭരണ നിയമ സംവിധാനത്തെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 24 മണിക്കൂറിനുള്ളിൽ ഇത് ആത്മഹത്യ അല്ല, കൊലപാതകം ആണ് എന്ന് പോലീസിന് ഇത് തെളിയിക്കാനുള്ള എല്ലാ എവിഡൻസും ഉണ്ട് എന്നിരിക്കെ ഇന്നിപ്പോൾ ഏകദേശം 69 ദിവസം മറ്റേ ഈ സംഭവം കഴിഞ്ഞിട്ട്, ഈ 69 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴും പോലീസ് കടന്നുകൊണ്ട് ഇരട്ടി തപ്പുന്ന മാതിരിയാണ്. അതായത് മാക്സിമം ഇത് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനെ ആട്ടുന്നതിൻ്റെ ഒരു പിന്നിൽ എന്നുള്ള ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇത് ഇപ്പോൾ നിലവിലൊരു കേസായിട്ട് പോവുകയാണ്. ഈ കേസ് ചിലപ്പോൾ ഏതറ്റം വരെ പോകും എന്നൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സുപ്രീം കോടതി വരെ ഈ കേസുകൾ പോകാം. അതുപോലെ തന്നെ ഈ ബോഡികൾ ഇനി വീണ്ടും ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം വരെ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും എവിഡൻസുകൾ ഉണ്ടായെങ്കിൽ ആ എവിഡൻസുകൾ കാലപ്പഴക്കം കൊണ്ട് നശിപ്പിക്കപ്പെടണം എന്നൊരു ദുരുദ്ദേശം കൂടി ഈ പ്രതികൾക്കും പ്രതികളോടൊത്തുള്ളവർക്കും ഉണ്ടാവാം. ഇപ്പോൾ പോലീസിൻ്റെ ഈ സമീപനം സത്യം അറിയാതെയാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ഈ കാര്യത്തിൻ്റെ കൂടുതൽ ദുരൂഹതകൾ വർദ്ധിക്കുമ്പോൾ അത്രത്തോളം പഠിച്ച കേസ് അന്വേഷിക്കേണ്ട പോലീസിന് ഈ സത്യം അറിയാഞ്ഞിട്ടാണോ, അതോ അവരിരുട്ടി തപ്പുകയാണോ, അതോ സ്വയം കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുകയാണോ? അവർ സ്വയം കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുകയാണ്. പോലീസും ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങളും സ്വയം. കാരണം നമ്മൾക്ക് വരുന്ന ഈ സംശയത്തിൻ്റെ 10 ഇരട്ടി അവർക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അവരെ ആ പോസ്റ്റിൽ ആര് നിയമിച്ചിരിക്കുന്നത്? നമ്മൾ നിയമിച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഭരണഘടനയിൽ ഒരു കോടതിയുണ്ട്. ആ കോടതിയിലെ ജഡ്ജിമാരുണ്ട്. ആ ജഡ്ജിമാരെന്ന് പറയുന്നത് നീതിബോധമുള്ള ഇന്ത്യൻ പൗരന്മാരാണ്. ആ കോടതിയിലെ ജഡ്ജിമാരെന്ന് പറയുന്നത് നീതിബോധമുള്ള ഇന്ത്യൻ പൗരന്മാരാണ്. അതായത് നമ്മളെപ്പോലുള്ളവരൊക്കെയാണ് ആ കോടതി, ഇന്ത്യൻ ഭരണഘടനാ കോടതിയിലെ ജഡ്ജിമാർ. നമ്മളാണ് ഇവരെയൊക്കെ അവിടെ നിയമിച്ചിരിക്കുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെങ്കിലും സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും എല്ലാവരെയും ഇവിടുത്തെ പൊതുജനങ്ങൾ, ഇന്ത്യൻ പൗരന്മാരാണ് നിയമിച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവരെ അവിടെ നിയമിക്കുമ്പോൾ നമ്മൾ വെറുതെ കണ്ണുടച്ചങ്ങ് നിയമിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അവരതിന് എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ളവരാണ്. അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും പോലീസ് ഓഫീസറാണെങ്കിലും. അതായത് സാധാരണ പബ്ലിക്കിനേക്കാളും 10 ഇരട്ടി ഇൻ്റലിജൻസ് പവർ ഉള്ളവരാണ് പോലീസ് എന്നൊക്കെ പറയുന്നവർ.
അവർ എന്തുകൊണ്ട് ഇത് കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം 100% ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയെങ്കിലും അട്ടിമറിക്കുക, അതായത് ഈ സംഭവത്തെ മൂടി വെക്കണം പ്രതികൾക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അങ്ങനെ അനേകം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പല കൊലപാതകങ്ങളും ആത്മഹത്യയാക്കിയിട്ടുണ്ട്, പല ആത്മഹത്യകളൊക്കെ കൊലപാതകങ്ങളാക്കിയിട്ടുണ്ട്. അതേ രീതിയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതായത് ജിസ്മോളും കുട്ടികളും കൊലപ്പെടുത്തി പുഴയിൽ കൊണ്ട് തള്ളി, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു എന്ന് ഈ പ്രതികൾക്ക് 99.25% ബോധ്യപ്പെട്ടതിന് ശേഷം പുഴയിൽ കൊണ്ട് തള്ളി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും ഇത് ആത്മഹത്യയല്ല. അപ്പം ഈ ആത്മഹത്യ ആണ് എന്ന് ഉള്ളത് ഒരു കെട്ടുകഥ മാത്രമാണ് ഇതിനകത്ത്. അത് കാരണം ഒരു കുടുംബിനി മാത്രമല്ല ജിസ്മോള്, നല്ലൊരു ജോലി, അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയക്കാരി കൂടി ആയിരുന്നു. അങ്ങനെ ഒരാൾ ഇപ്പോൾ വീട്ടിൽ അടച്ചിടാതെയോ അല്ലെങ്കിൽ അതായത് അവർ ഫോഴ്സ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാതെയോ പുറം ലോകത്ത് വരാതെ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമെന്ന് ഒരാളും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ഇതിപ്പോൾ പട്ടിണിക്കിട്ട് കൊന്നതാണോ എന്ന് വരെ സംശയിക്കുന്ന സാഹചര്യം ഇവിടെയുണ്ട്. കാരണം സാഹചര്യ തെളിവുകളും എല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ ഇതിനിടയിൽ സുപ്രധാനമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രമുഖ ചാനൽ ഒരു തെളിവ് പുറത്തുവിട്ടിരുന്നു. അതായത് ഈ അപ്പൻ്റെ ശബ്ദ സന്ദേശം. അതിലധികം പറയുന്നുണ്ട് ഇന്ന് തന്നെ അത് സംഭവിക്കും എന്നുള്ള നിലയിൽ. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞു പോയ കാര്യമാണ് ഞാനത് പറയാണ്ടിരുന്നത്. അതായത് അന്നേ ദിവസം 10:45 ഈ ജിമ്മിയുടെ ഫാദർ ലണ്ടനിലുള്ള മകൾക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് മെസ്സേജ് വിടുകയാണ്, ഇന്നേ ദിവസം നമ്മുടെ വീട്ടിൽ ഒരു കൂട്ട ആത്മഹത്യ നടക്കും, അത് ഇന്നലെ തന്നെ ജിസ്മോൾ അതിന് തയ്യാറായിരുന്നു എന്ന് ഒരു വീട്ടിലെ ആ വീടിൻ്റെ അതിൻ്റെ വീടിൻ്റെ കാര്യസ്ഥന് അല്ലെങ്കിൽ അതിൻ്റെ കുടുംബനാഥൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ വളരെ പ്രാപ്തിയുള്ള ഒരു വ്യക്തി പറയുമ്പോൾ അതിൽ തന്നെ വമ്പൻ ദുരൂഹതയല്ലേ. ഇന്നലെ ജിസ്മോൾ അതിന് തയ്യാറായിരുന്നു, ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ അത് നടന്നിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഇനി അത് തെളിവാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇതേ ഫോണ്, ഇയാൾ ഈ മകൾക്ക് വിട്ട അതേ ഫോണ് അത് ഡിലീറ്റ് പോലും ചെയ്യാതെ അത് പോലീസിൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു. എന്തിന്? സ്വാഭാവികമായിട്ടാണ് എങ്കിൽ അത് പോലീസിൻ്റെ കയ്യിൽ ഈ ഒരു സംഭവം, ഇങ്ങനെ ഒരു സംഭാഷണം ഞാൻ കൊടുത്തിരുന്നു എന്നുള്ള തെളിവ് പബ്ലിക് അറിയണം. അതായത് ജിസ്മോൾ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി ചെയ്ത ഒരു പ്ലാനിങ് ആണ് ആ ഓഡിയോ സന്ദേശം പോലും. കാരണം ലണ്ടനിലുള്ള മകളും സ്വാഭാവികമായിട്ട് സ്വന്തക്കാരെ എല്ലാം വിളിച്ചു പറയണം, എടി അപ്പനെ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് ജിസ്മോൾ മിക്കവാറും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അതായത് നമുക്കറിയാം ദൃശ്യം മോഡൽ സിനിമയിൽ, ദൃശ്യം മോഡൽ ഇപ്പോൾ എല്ലായിടത്തും ഒരു ട്രെൻഡായിരിക്കുകയാണ്. ദൃശ്യം സിനിമയിൽ മോഹൻലാൽ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ദിവസം ഇന്ന ഡേറ്റ് പാറേപ്പള്ളിയിൽ ഇന്ന ബസ്സിന് പോയി എന്ന് വളരെ ക്ലിയറായിട്ട് പല ആവർത്തി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അപ്പോൾ പിള്ളേരുടെ മൈൻഡിൽ ഈ സംഭവം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതേ രീതിയിൽ ഈ ജിമ്മിയുടെ ഫാദർ ഈ ഒരു സംഭവത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഓഡിയോ സന്ദേശം വിട്ടത്. ഇനിയിപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്ന ഈ ഒരു കേസിൽ സുപ്രീം കോടതി വരെ പോയാലും കൃത്യമായ നീതി നടപ്പിലാവും എന്നൊരു പൗരബോധമെങ്കിലും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും ഇവിടുത്തെ സാമൂഹ്യ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇത് ശക്തമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇത് തെളിയിക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം തന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും, പോസ്റ്റ്മോർട്ടം വേണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വന്നാൽ പോലും കൂടെ അത് ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതുപോലെ ഒരു ഉന്നത ഏജൻസി ശക്തമായിട്ട് ഇതിനകത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവങ്ങൾ വെളിച്ചത്ത് വരും. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം അഭയ കേസ് പോലും കൂടെ 29 വർഷത്തിന് ശേഷം കൊലയാളികൾ എന്ന് ഈ ഒരു ജ്ഞാനായ കത്തോലിക്ക സഭയിലെ പുരോഹിത വേഷധാരിയായ ഒരു കൊലയാളി, കോട്ടൂരാൻ എന്നാണ് ആൾ അറിയപ്പെടുന്നത്, മറ്റൊരാളാണ് സ്റ്റെഫി എന്ന് പറയുന്ന ഒരു കൊലയാളി. ഇവരെ രണ്ടുപേരും കൊലയാളികൾ എന്ന് തന്നെ കോടതി ഡിക്ലെയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിത് മീഡിയയിൽ പറയാം, അല്ലെങ്കിൽ അവർ പ്രതികളെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൊലക്കേസ് പ്രതികളെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് കൊലക്കേസ് പ്രതികളല്ല, കൊലയാളികൾ. അങ്ങനെ തന്നെ ക്ലിയറായിട്ട് പറഞ്ഞു. ഞാൻ ജ്ഞാനായക്കാരനും കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ അവനവൻ്റെ കണ്ണിലെ കമ്പെടുത്തിട്ട് വേണം ആരാൻ്റെ കണ്ണിലെ കരടെടുക്കാൻ. ഞാൻ ആ ഒരു പോളിസിക്കാരനാണ്. ഞാൻ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ എൻ്റെയൊക്കെ ജ്ഞാനായ സഭ പലപ്പോഴും ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. എൻ്റെ കണ്ണിലെ
കമ്പല്ല, അതിനേക്കാളും വലുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ. മറ്റവൻ്റെ കണ്ണിൽ ചെറിയൊരു കരടെങ്കിലും ഉണ്ടെങ്കിൽ ആ കരട് അവൻ്റെ കണ്ണിൽ കണ്ടോ, കരട് കിടക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കും. അത് വേറെ വിഷയമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, എങ്കിലും അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ ജിമ്മിയുടെ കുടുംബം ഇങ്ങനെ കുറ്റാരോപിതരായിട്ടും അല്ലെങ്കിൽ അത്രത്തോളം ഉറപ്പിച്ച് തന്നെ ഒരു കൊലയാളി കുടുംബമായിട്ടും ഇങ്ങനെ ആരോപിക്കപ്പെടുമ്പോൾ ഇപ്പുറത്ത് നീതിക്കായി പോരാടുന്ന ജിസ്മോളുടെ കുടുംബം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ അല്പം ഒന്ന് പിന്നോട്ട് വലിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് അവരുടെ സമീപനത്തെ ഒന്ന് മയപ്പെടുത്തുന്നുണ്ടോ? കാരണം കഴിഞ്ഞ തവണ ഞാൻ അവരുടെ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ, അപ്പനായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പോലും ഒരു വലിയ രോഷത്തെക്കാളുപരി ഒരു ചെറിയൊരു മയപ്പെടുത്തൽ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തോന്നിയായിരുന്നു. അതായത് എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ, അത്തരത്തിലുള്ളൊരു വൈകാരിക പ്രകടനമാണ്. പക്ഷേ ഒരു പിതാവ് എന്നുള്ള നിലയിൽ സ്വന്തം മകൾക്കും മകളുടെ മക്കൾക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരാളെ കൊല്ലാനുള്ള ദേഷ്യം പോലും ഉണ്ടാവേണ്ട ഒരു സാഹചര്യമാണത്. അത് എന്നും അവർക്കൊരു മനസ്സിൽ നിന്ന് പോകാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ മോളാണ്, എൻ്റെ മോളുടെ പിഞ്ച് കുഞ്ഞുങ്ങളാണെന്നുള്ള ഒരു ദേഷ്യം ഇവരിലൊന്നും കാണുന്നു പോലുമില്ല. കാരണം അവരുടെ കുടുംബത്തിൽ തന്നെ എല്ലാം കണക്റ്റഡ് ആണ്. ഈ പറയുന്ന ജിമ്മി കുടുംബത്തായിട്ട് ബന്ധം ഇവർക്കുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധമാണോ ഇപ്പോൾ പ്രഷറൈസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് എത്തുന്നത്. കാരണം എനിക്കും തോന്നിയിരുന്നു, താങ്കൾ ചോദിച്ച അതേ ചോദ്യം എൻ്റെ മനസ്സിൽ 100,000 ആവർത്തി ചോദിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവർ കുറേ കൂടെ സ്ട്രോങ് ആവേണ്ടതല്ലേ എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടാവുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം കണ്ടെത്തിയത് ഇതിലൂടെയാണ്. കാരണം ഇദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ജിസ്മോളുടെ ഫാദർ രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ജിമ്മിയുടെ ഒരു കസിനാണ് ഒന്ന്. അതുപോലെ തന്നെ ഈ ജിസ്മോളുടെ സഹോദരൻ ജിത്തു കല്യാണം കഴിച്ചിരിക്കുന്നതും ഈ ജിമ്മിയുടെ ഒരു കസിനാണ്, അതായത് പ്രതികളുടെ കസിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ആ രീതിയിൽ ഒരു ഫോഴ്സ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടിൽ പറയുമല്ലോ, മരിച്ചവരോ മരിച്ചുപോയി, മരിച്ചവരോ മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലും സ്വൈര്യം തരാൻ പാടില്ലേ എന്ന് പറയുന്ന ഒരു മൂമെൻറ്റിലേക്ക് ഇവരെത്തപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് കാണേണ്ടത്. പക്ഷേ എങ്കിൽ പോലും കൂടെ അവരുടെ ഉള്ളിൽ അവരുടെ രക്തമാണല്ലോ ജിസ്മോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് നീതി കിട്ടണം എന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താനും കടലിനും നടക്കുക. അതായത് പണ്ട് ശിവൻ്റെ മുമ്പിൽ പാർവതിയുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട മാതിരി ശിവൻ തന്നെ വേഷം മാറി പാർവതിയുടെ മുമ്പിൽ വന്നിട്ട് ശിവനെ പറ്റി ഉള്ള കുറ്റങ്ങളെല്ലാം പറഞ്ഞു പിടിപ്പിക്കുകയാണ് പാർവതിയുടെ തപസ് മുടക്കാനായിട്ട്. അപ്പോൾ കുറേയൊക്കെ പാർവതി കേട്ട് പഠിത്തു. അവസാനം വീണ്ടും ശിവൻ്റെ കുറ്റമാണ് പറയുന്നത്, വേഷം മാറി വന്നു. അവസാനം പാർവതി പറഞ്ഞു, ഇനിയും നിങ്ങൾ ശിവനെ പറ്റി കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭൂമി വളർന്ന് താഴേക്ക് പോകുന്നു. അങ്ങനെ എന്തോ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവന് ഉത്തരം പൊട്ടിപ്പോയി. പിന്നെ ശിവൻ എന്ത് ചെയ്തു, ശിവൻ്റെ ഒറിജിനൽ രൂപം അവിടെ വെച്ച് തന്നെ പ്രത്യക്ഷത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാർവതി പിന്നെ കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അതായത് ഒരു പുഴ ഇങ്ങോട്ട് ഒഴുകി വന്ന് ഒരു മലയിലേക്ക് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുഴയ്ക്ക് പിന്നെ എന്താണ് സംഭവിക്കുക, അവിടെ കിടന്നോട്ട് ഇങ്ങനെ വട്ടം കിടക്കും. ഇതേ അവസ്ഥ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ ജിസ്മോളുടെ ഫാദറിനും ഈ ബ്രദറിനും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവർക്ക് ഒന്നും പാടില്ലാത്തൊരു കണ്ടീഷൻ. ജിസ്മോൾക്ക് നീതി കിട്ടുകയും ചെയ്യണം, എന്നാൽ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പിടിവലി അത് അവർക്ക് അങ്ങോട്ട് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. പക്ഷെ സത്യം എന്നായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം ഇതിനകത്ത് ജിസ്മോളുടെ ഫാദറോ അതല്ലെങ്കിൽ ജിസ്മോളുടെ ബ്രദറോ ഇനി അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആക്ഷൻ കൗൺസിൽ തന്നെ നല്ല ഉദ്ദേശത്തിലാണ് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും കൂടെ അവരുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാണെന്നൊന്നും ഞാനും ധരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരി നീതിബോധമുള്ള ഒരു സമൂഹം ഇവിടെ നിൽപ്പുണ്ട്. അവർക്ക് ഈ സത്യം അറിയണം. അതിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാനൊക്കെ ഇവിടെ വന്നത്. എനിക്കൊന്നും ₹1 പോലും ആരും തന്നിട്ടോ അല്ലെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു വിടുപണി ചെയ്തുകൊണ്ടോ അല്ല നമ്മളിവിടെ വരുന്നത്. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കണം, ഞങ്ങൾക്ക് ഈ ഒരു ആക്ഷൻ കൗൺസിലിൻ്റെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് മിസ്സായി. കാരണം അവരുടെ ഒരു റാലിയൊക്കെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ടോ. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റായിട്ട് ഏത് പോയിന്റാണോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഒരു പ്രതികരണം കിട്ടിയതും ഒരു നിയോഗമായിരിക്കാം. ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ വട്ടം ഗാന്ധി സ്ക്വയറിൽ വെച്ച് ഇവർ ആ ഒരു മഴയത്ത് നടത്തിയ ഒരു ആ പ്രതിഷേധ സമയത്ത്
ഞങ്ങൾ ഇവരുടെ എല്ലാവരും ഫുട്ടേജ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് വൈകി വന്ന ഹാർഡ് ഫാർമർ എന്നുള്ള ചാനലിനെ കാണുന്നത്. അന്നാണ് ഞങ്ങളെപ്പോലും ഒന്ന് ചിന്തിപ്പിച്ച ഒരു പ്രതികരണം അവരിൽ നിന്നും ഉണ്ടാവുന്നത്. അവർ ഞങ്ങളോട് പറഞ്ഞത് അവരെ ഗ്രൂപ്പിൽ നിന്ന് വരെ കൊലപാതകമാണെന്ന് പറഞ്ഞപ്പോൾ പുറത്താക്കി എന്നുള്ളതാണ്. ചേട്ടാ, എന്നെ പുറത്താക്കി, ഞാൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു, എന്നെ പുറത്താക്കി. അതുപോലെ തന്നെ ആ ക്രിട്ടിക് ഭാസ്കർ, അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്, അദ്ദേഹത്തിനെ പുറത്താക്കി. അങ്ങനെ കുറേ ആൾക്കാരെ പുറത്താക്കി. എന്തുകൊണ്ട് പുറത്താക്കി എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ, പുറത്താക്കിയവർക്കേ അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല. നമ്മളിവിടെ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ശബ്ദിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും ശബ്ദിക്കുന്നില്ല. ആകെ ഈ ജിസ്മോൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ ശബ്ദം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബ് ചാനലുകാരൻ സിജോ, പുള്ളിക്ക് കുറേ 2-3 പോയിന്റുകൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. തുടക്കത്തിലുള്ള 2-3 കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നു. അതാണ് പൊതുസമൂഹത്തിലേക്ക് ആദ്യം എറിഞ്ഞത്. അവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഡെവലപ്പായി ഇങ്ങനെ വന്ന അനേകം യൂട്യൂബ് ചാനലും ഇതെല്ലാം ഇത്തരം സംശയങ്ങളും എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ യൂട്യൂബ് ചാനലുകാരനെ ഈ ഏറ്റുമാനൂർ പോലീസ് ഒരു ദിവസം വിളിച്ചു വരുത്തി, ഉച്ചയ്ക്ക് വരുത്തി, വൈകുന്നേരം വരെ ഇവിടെ ഇരുത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാൻ ചോദിച്ചു സിജോ എന്താണ് കേസ്, എന്തുകൊണ്ട് കേസെടുത്തില്ല? ആ കേസുണ്ടെന്നാണ് പറഞ്ഞത്, കേസെടുത്തില്ല എന്ന്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് കേസെടുത്തില്ല, കേസെടുപ്പിക്കണമായിരുന്നു. കാരണം ഒരു യൂട്യൂബ് ചാനലുകാരനെ വെറുതെ എന്നിട്ട് വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിട്ടു എന്നാണ് പറയുന്നത്. കാരണം അവർക്കെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള അന്വേഷണം സിജോ നടത്തി എന്നൊക്കെയാണ് സിജോ പറഞ്ഞുള്ള അറിവ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ പോലീസിനോട് ചോദിച്ചിട്ടുമില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഹാർഡ് ഫാർമർ ചാനൽ കുറേ നാളത്തേക്ക് പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നു. ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ഇത്തരത്തിൽ കളിച്ചാലും സത്യം പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സത്യം പുറത്തു വരണം, പുറത്ത് വന്നേ പറ്റുള്ളൂ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ജിസ്മോളുടെയും മക്കളുടെയും വിഷയത്തിൽ ആരൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചാലും അതിന് പിന്തുണയായിട്ട് ഏത് പോലീസ് വിഭാഗവും നിന്നാലും ഉറപ്പായും ഒരു നാൾ സത്യം പുറത്തു വരും എന്നുള്ളത് തീർച്ചയാണ്. ജിസ്മോളുടെയും മക്കളുടെയും ഈ ഒരു വിഷയത്തിൽ നീതി വൈകിപ്പിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ക്രൂരതയാണ്. ഉറപ്പിച്ചു പറയുന്നു, ഇത് അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ്. ആ കൊലപാതകം നടത്തിയ ജിമ്മിയും ജിമ്മിയുടെ അപ്പനും ജിമ്മിയുടെ അമ്മയും ജിമ്മിയുടെ സഹോദരിമാരും എത്രത്തോളം സത്യം മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ആ സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അത് ആരെയൊക്കെ നിങ്ങൾ വാമൂടി കെട്ടിയാലും, ആരെയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ചും ഒതുക്കാൻ ശ്രമിച്ചാലും, എന്തിനെ ജിസ്മോളുടെ കുടുംബത്തെ പോലും നിങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചാൽ അതെല്ലാത്തിനെയും ഭേദിച്ചുകൊണ്ട് ഒരു നാൾ സത്യം വെളിയിൽ വരും. അതെന്നായാലും വെളിയിൽ വരും. ആ സത്യത്തിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർത്തോളുക. ഇപ്പോൾ ആക്ഷൻ കൗൺസിലടക്കം ഇതൊരു ആത്മഹത്യയാക്കി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടുവരികയാണ്. പക്ഷേ സധൈര്യം ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം സത്യത്തിനെതിരെ നിന്ന് ജയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തോൽക്കുന്നത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജയമുണ്ടെങ്കിൽ അത് ധർമ്മപക്ഷത്ത്, അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അടക്കം വചനങ്ങളാണത്. ജിസ്മോൾക്കും മക്കൾക്കും നീതി കിട്ടും. ക്രൂരമായി കേരള മനസ്സാക്ഷി പോലും ഞെട്ടുന്ന ഒരു സത്യമായിരിക്കും ജിസ്മോളുടെയും മക്കളുടെയും ആ വിയോഗമെന്നത് തീർച്ചയാണ്. കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ആ ക്രൂരമായ കൊലപാതകത്തിൻ്റെ സത്യം ഒരു നാൾ പുറത്തു വരുമ്പോൾ സത്യത്തിനെതിരെ പ്രവർത്തിച്ച എല്ലാ ഘടകങ്ങളും അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടും. അവർ തല കുമ്പിട്ട് മാപ്പ് പറയേണ്ടി വരും എന്നത് ഉറപ്പിച്ചു പറയുകയാണ്. സത്യം മറച്ചു വെക്കേണ്ട ഇടങ്ങളാവരുത് പോലീസ് സ്റ്റേഷനുകൾ, സത്യം മറച്ചു വെക്കേണ്ട ഇടങ്ങളാവരുത് പൗരസമിതികൾ. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒറ്റയ്ക്കായാലും കൂട്ടായിട്ടായാലും തുടരുക തന്നെ വേണം. നീതി നടപ്പാകുക തന്നെ വേണം. സുപ്രീം കോടതിയിലടക്കം വിശ്വസിച്ചുകൊണ്ട് ഓരോ പൗരന്മാരും നടത്തുന്ന ഈ നിയമ പോരാട്ടത്തിന് പൂർണ്ണമായ പിന്തുണയും അതിനുള്ള എല്ലാവിധ ശക്തിയും ആരോഗ്യവും എല്ലാം ഈ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജിസ്മോൾക്കും മക്കൾക്കും നീതി വൈകാതെ തന്നെ ലഭിക്കും. എത്രത്തോളം ശക്തികൾ നീതി വൈകിപ്പിച്ച് കള്ളത്തെ മുൻനിർത്തി കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിച്ചാലും നീതി നടപ്പാകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ അഭിമോനോടൊപ്പം അക്ഷയ് ദീപ്, യു ടോക്ക്. താങ്ക് യു.